അതുള്ളതല്ലേ? എടാ, കൊള്ളാവുന്ന എണ്ണം പറഞ്ഞ തറവാട്ടിന്ന് എത്ര ആലോചനകൾ നിനക്ക് വന്നതാ. അപ്പോ പെൺകുട്ടിക്ക് മുടി പോരാ, കണ്ണിന് ചന്തം കുറവാ, മൂക്ക് വലുതായി പോയി, നീളം കുറഞ്ഞു പോയി, അങ്ങനെ 100 കാരണങ്ങളായിരുന്നല്ലോ ഓരോ ആലോചനകളും മുടക്കാൻ. നിന്നോട് പറഞ്ഞു മടുത്തതല്ലേ? അല്ല, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ അങ്ങ് മറന്നു കളയണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വല്യച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നുവെച്ചാ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന്. ദൈവമേ, പ്രേമോ? അതെ, പ്രേമം തന്നെ. എന്നിട്ട് നീ എന്താടാ ഇത്രയും നാള് നിനക്ക് പ്രണയമുണ്ടെന്ന് പറയാത്തെ? അതിന് ഇത്രയും നാളും പ്രണയം ഇല്ലായിരുന്നല്ലോ. പ്രണയം ഇല്ലായിരുന്നോ? ഇപ്പൊ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആരെങ്കിലും കണ്ടപ്പോ പ്രേമിച്ചു തുടങ്ങിയതാണോ? എക്സാക്ട്ലി. ശരിക്കും അത് തന്നെ വല്യച്ഛ സംഭവിച്ചത്. ഇവിടെ വർമ്മയങ്ങളുടെ ഈ വീട്ടിൽ വെച്ച് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ധൃതിയിൽ വന്ന പെൺകുട്ടി എന്റെ ദേഹത്ത് വന്നിങ്ങനെ തട്ടി. അവളെ എന്റെ കയ്യിലിങ്ങനെ ഒരു അപ്സരസിനെ പോലെ. പെണ്ണ് സുന്ദരിയാണോടാ? ഞാൻ പറഞ്ഞില്ലേ വല്യച്ഛ, ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായ കുട്ടിയാ. എന്റെ മോന് അപ്സരസുകളെ മുന്നേ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഒന്ന് പോ വല്യച്ഛ. എന്താണ് ആ കുട്ടിയുടെ പേര്? അതാ പ്രശ്നം. പേരറിയില്ല, ആരാന്നറിയില്ല. വല്യച്ഛൻ വേണോ അതൊന്ന്? ഞാനൊന്ന് വർമ്മയോട് സംസാരിക്കാം. ഇവിടെ വിവാഹത്തിന് വന്ന വർമ്മയുടെ ബന്ധുക്കൾ ആരെങ്കിലും ആകാനാണ് സാധ്യത. എന്നാലും എനിക്ക് സന്തോഷമായി മോനെ. ദൈവം നിന്നെ കൊണ്ട് ഇതൊക്കെ തോന്നിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു. നിന്റെ വിവാഹമൊന്നും നടന്നു കാണാനായി നിന്റെ അച്ഛനും അമ്മയും നടത്തിയ വഴിപാടുകളൊന്നും വെറുതെ ആയില്ല. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. എന്താ വല്യച്ഛനും മകനും തമ്മിലൊരു രഹസ്യ സംഭാഷണം? സന്തോഷമുള്ളൊരു കാര്യമാണ് ശേഖര. ഇവൻ ഇതുവരെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവന്റെ അച്ഛനമ്മമാരെയും ഞങ്ങളെയൊക്കെ കുഴപ്പിക്കുകയായിരുന്നു. ആഹാ, എന്നിട്ടിപ്പോ കക്ഷി വിവാഹത്തിന് സമ്മതിച്ചോ? അതെ, അതാ എനിക്കും അത്ഭുതം. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ വിവാഹം കൂടാൻ വന്നിരിക്കുന്ന ഏതോ പെൺകുട്ടിയാ കക്ഷി. പെൺകുട്ടിയെ കണ്ട മാത്രമേ തന്നെ ചെക്കന് പ്രേമം പൊട്ടിമുളച്ചെന്ന്. ആഹാ, അത് കൊള്ളാലോ. പക്ഷേ പെണ്ണിന്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അതാണോ പ്രശ്നം? അളിയൻ പറഞ്ഞതുപോലെ ഞാൻ ദിവ്യയുടെ വീട്ടിൽ ചെന്ന് നോക്കി. എന്നിട്ട് ദിവ്യ സേഫാണോ? അളിയ പ്രശ്നമാണ്. എന്തുപറ്റി അളിയ? അളിയ ദിവ്യയുടെ വീട് തുറന്നു കിടക്കുക, പക്ഷേ അകത്തും ആരുമില്ല. അല്ല, അളിയ ഹൗസ് ഓണറെ കണ്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചളിയ, അവരിന്നലെ രാത്രിയാ ദിവ്യയും മുത്തശ്ശി അവസാനമായിട്ട് കണ്ടത്. വീടിന്റെ വാതിലടച്ച് അവൾ എവിടേക്കേ പോയെന്നും പറഞ്ഞ് ആ ഹൗസ് ഓണർ പെണ്ണുമുള്ള അവിടെ കിടന്ന് വലിയ ബഹളം വെച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് മാറി. ഓക്കെ, അളിയനൊരു കാര്യം ചെയ്യേ. അളിയന് ദിവ്യയുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് ഞാൻ അയച്ചുതരാം. അളിയനൊന്ന് അവിടെ പോയി അന്വേഷിക്കുക. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ആ ശരി. ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ടല്ലോ. പോയി നോക്കാം. ദിവ്യ, ഹലോ. കോള് കട്ടായല്ലോ. ദിവ്യ എവിടുന്ന വിളിച്ച്? തിരിച്ചു വിളിച്ചു നോക്കാം. ദിവ്യയെ മൊബൈലിന്റെ സിഗ്നൽ കുറവുള്ള എവിടേക്കാ ദീപക കൊണ്ടുവരിക്കുന്നത്? എവിടെ ആയിരിക്കും?
ഹലോ രാജുവേട്ടാ, ഞാൻ അയച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് ഉടനെ വരണം. ഹലോ രാജുവേട്ടാ, ഞാൻ അയച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്ക് ഉടനെ വരണം. വേണ്ട, തിരിച്ചു വിളിക്കണ്ട. ചിലപ്പോ അപകടമായിരിക്കും. ദിവ്യ അയച്ച ലൊക്കേഷനിലേക്ക് പോവാം. അതിനു മുമ്പ് അളിയനൊന്ന് വിളിച്ച് പറയാം. ആ ഹലോ, അളിയ എവിടെ? ആ അളിയ, ഞാൻ അളിയന്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അളിയൻ ഉടനെ തന്നെ അവിടേക്ക് എത്തണം. ആ ശരി അളിയ. എന്നാ ഒരു സെറ്റപ്പിലാ പുള്ളി ജീവിക്കുന്നത്. ഹേയ്, അമ്മാവനാള് സ്ട്രൈറ്റ് ഫോർവേഡാ. പക്ഷേ നീ എങ്ങനല്ലല്ലോ അളിയാ. രാഷ്ട്രീയത്തിലിറങ്ങാൻ ഞാനും അമ്മയും കൂടെ നിന്നൊന്ന് പയറ്റി നോക്കിയതാ. പക്ഷെ അന്ന് ആ വേലക്കാരി പെണ്ണ് എനിക്കൊരു മുട്ടം പണി തന്ന് എല്ലാം കൊളാക്കി. അതിനെന്താടാ, ഈ കല്യാണം കഴിഞ്ഞാ പിന്നെ നിനക്ക് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമല്ലോ. MLA ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അടുത്ത ഒരു 5 വർഷം എല്ലാം കണ്ടും കേട്ടും ഒന്ന് പയറ്റി തെളിഞ്ഞിട്ട് അടുത്ത തവണ മത്സരിക്കണം. നീ ജയിക്കൂടാ. നമുക്ക് നോക്കാം. നീ ഒരു മിനിസ്റ്റർ ആയിട്ട് വേണം എനിക്ക് എന്റെ ബിസിനസ് ഒക്കെ പോലീസിനെ എക്സൈസിനെയും പേടിക്കാതെ ധൈര്യമായിട്ട് നടത്താൻ. ഓ, അപ്പൊ അതായിരുന്നു സാറിന്റെ ഉദ്ദേശമല്ലേ? ദീപക്കിനെ മന്ത്രിയാക്കിയിട്ട് പിന്നിലൂടെ നിരോധിത വസ്തുക്കളുടെ കച്ചവടം. ഡാ അങ്ങനെ ആ പേര് പറഞ്ഞ് കൊച്ചാക്കല്ലേ. നീ ഇട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ടാ.